തൗഹീദ് എന്ന വാക്കിന്റെ നിർവചനം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ മുൻപിൽ മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക. പക്ഷേ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പോലും ബഹുദൈവ ആരാധനകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കബറുകളും ജാറങ്ങളും സന്ദർശിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. മന്ത്രിച്ചൂതി കെട്ടുന്ന ഏലസുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. സ്വന്തം മകന്റെ സുക്കേട് മാറാനും, സ്വന്തം മക്കളുടെ കല്യാണം നടത്താനും, സ്വന്തം ഭാര്യ ഗർഭിണിയാവാനും ദർഗകളും അത്തരത്തിലുള്ള ജാറങ്ങളും കയറിയിറങ്ങി വെള്ളം കുടിക്കുന്നവരും മന്ത്രിച്ചൂതി കെട്ടുന്നവരുമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ കണ്ടനാടിയുടെ അടുത്തുണ്ടായിരിക്കെ ദൂരത്ത് കിടക്കുന്ന ജാറങ്ങളിലേക്ക്, ദൂരത്ത് കിടക്കുന്ന മന്ത്രിച്ചൂതുന്നവന്റെ കൈകളിലേക്ക് എന്തിനാണ് ഉമ്മത്തെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുന്നത്? നബിയെ, അവരോട് പറ, ഞാൻ അവരുടെ കണ്ടനാടിയോട് അടുത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ അവരുടെ ശ്വാസം അറിയുന്നുണ്ട്. എന്റെ ശ്വാസമാണ് അവർ ശ്വസിക്കുന്നത്, എന്റെ വെള്ളമാണ് അവർ കുടിക്കുന്നത്, എന്റെ ഭൂമിയിലാണ് അവർ ജീവിക്കുന്നത്, എന്റെ മണ്ണിലേക്കാണ് അവരുടെ മടക്കം. അതുകൊണ്ട് നബിയേ, ഞാൻ അല്ലാഹു നിങ്ങളുടെ അരികിലുണ്ട് എന്ന് പറയണേ എന്ന് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങളിലൂടെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ധവിശ്വാസങ്ങളില്ല. ലോകത്തൊരരാജകത്വത്തിന്റെ പിന്നെയും നമ്മൾ പോവാൻ പാടില്ല. നിർമ്മിക്കപ്പെടുന്ന കെട്ടുകഥകളിലൂടെ, ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റിനെ പിടിച്ചിറക്കുന്ന കള്ളക്കറാമത്ത് കഥകൾ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ആരെങ്കിലും അശി നോക്കി പറഞ്ഞാൽ സത്യമാകുമെന്നും കൈനീട്ടി പ്രവചിച്ചാൽ സത്യമാകുമെന്നും ഒരു മുസൽമാൻ വിശ്വസിക്കാൻ പാടില്ല. യാത്ര പോകുമ്പം കറുത്ത പൂച്ച കുറുകെ ചാടുമ്പം യാത്ര മുടങ്ങുന്നതിനേക്കാൾ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നേക്കാൾ തിരക്ക് പൂച്ചക്കുള്ളത് കൊണ്ടാണ് ആ പൂച്ചന്റെ കുറുക ഓടിയത് എന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ചൂഷണങ്ങളില്ലാത്ത, ദൈവത്തിന്റെ പേരിൽ കച്ചവടം നടത്താത്ത, മതത്തിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കാത്ത, മതങ്ങളുടെ പേരിൽ തീവ്രവാദം പ്രചരിപ്പിക്കാത്ത, എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണമെന്നും അവരവരുടെ മതത്തിന്റെ ആഘോഷങ്ങളുമായി ജീവിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ തൃപ്തിപ്പെടുത്തണമെന്ന് ലുക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പഠിപ്പിച്ച ഇസ്ലാം എന്ന മതം, ആ മതത്തെ നമ്മൾ നെഞ്ചേറ്റിയാൽ മടക്കം സമാധാനത്തോടെയാകും. ബാക്കി എന്ത് പാപം ചെയ്താലും അള്ളാഹു നമുക്ക് പുറത്തു തരുന്ന നിങ്ങൾ വ്യഭിചരിച്ചവരാണെങ്കിലും, നിങ്ങൾ കള്ളു കുടിച്ചു പോയിട്ടുണ്ടെങ്കിലും, അന്യന്റേത് നിങ്ങൾ മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും, ഇല്ല ശിർക്ക് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപങ്ങൾ കടലിലെ പതയോളം നിരയോളം ഉണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്കത് പുറത്തു തരും. പ്രിയപ്പെട്ട എന്റെ മഹല്ല് നിവാസികളെ, അതുകൊണ്ട് ഇനി ഒരു ജാറ വ്യവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. പലരും പലതും പറഞ്ഞ് നമ്മളെ പിഴപ്പിക്കും. ഇന്ന ജാറത്തിൽ ഈ പുണ്യം, ഇന്ന ജാറത്തിൽ ഈ ശ്രേഷ്ഠത, ഇന്ന മന്ത്രിച്ചൂതലിൽ, ഇന്ന റാത്തീബിൽ, ഇന്ന മൗലൂദിൽ ഇല്ലേ വാപ്പാന്റെ ആണ്ട് കഴിക്കുന്ന കുടുംബങ്ങളുണ്ട്. ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ മരിച്ചപ്പോ ഒരിക്കൽ പോലും പ്രവാചകന്റെ മക്കൾ ആണ്ട് കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ വാപ്പാന്റെ ആണ്ട് കഴിക്കാൻ എന്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടില്ല. ലോകത്തിന്റെ റസൂലുള്ള വഫാത്തായപ്പം പ്രവാചകന്റെ പേരിൽ ഒരു മൗലൂദിന്റെ കിതാബ് പോലും പാടാത്ത സഹാബത്തുണ്ടെങ്കിൽ, സ്വന്തം കരളിന്റെ കഷണം മകള് ഫാത്തിമ പോലും പ്രവാചകന്റെ മൗലൂദിന്റെ പാരായണത്തിന് വേണ്ടി രാത്രി ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് രാവും പകലും വ്യത്യാസമില്ലാതെ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ മരണം അള്ളാഹുവിന്റെ അരികിലേക്കുള്ള മടക്കമാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവനാ വിശ്വാസി. അതിന്റെ പേരിൽ ആചാരങ്ങൾ നടത്തിക്കൂട്ടുന്നവനല്ല. അതുകൊണ്ട് എന്റെ മഹല്ലുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോ വീട്ടിലും തൗഹീദിന്റെ പ്രകാശമുണ്ടാകണം. തൗഹീദില്ല എങ്കിൽ മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ 10,000 കാരക്കുന്നത്തെ പള്ളിയിൽ വന്നാലും, നിങ്ങൾ ഏത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാലും 6 അടി മണ്ണിൽ അള്ളാഹു കാത്തുവെച്ചത് വേദനയേറിയ ശിക്ഷയായിരിക്കും.